ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് പോത്തിൻകാൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സൂപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിലെ രോമമെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു മൺചട്ടിയിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലിട്ടായാലും നമുക്കിത് വേവിച്ചെടുക്കാം. സാവധാനം വെന്ത് വരണം. ഒരു 8-9 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് വെന്ത് വരാൻ സമയമെടുക്കും. കുക്കറിലാണെങ്കിൽ ഒരു 13-14 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് മൂടുന്നത് വരെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 30 ചുവന്നുള്ളി, 20 വെളുത്തുള്ളി, ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ആ സൂപ്പിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറും കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പോത്തിൻകാലെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലിൽ നിന്ന് ഇറച്ചിയെല്ലാം ഇളകി വരുന്ന ഇത്രയും നന്നായിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതിയിരിക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.